الله أكبر سمع الله لمن حمده الله أكبر الله أكبر السلام عليكم ورحمة الله السلام عليكم السلام عليكم ورحمة الله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد ربنا ظلمنا أنفسنا وإن لم تغفر لنا لنكونن من الخاسرين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي तमन्ना है गुजारिश है दर्दे दिल की ख्वाहिश है कश्ती को दिला दे तू किनारा वो अमन वो चमन का नजारा ओ खुदाया लौटा दे कश्मीर दोबारा मेरा कश्मीर मेरा രണ്ടാളൊന്ന് പോണ്ട കൊറേ നേരായി ഞാൻ വെച്ചിട്ടുണ്ട് കണ്ണും ചോപ്പിടും കേറലേറ്റും കൂടി ഒന്നും മുണ്ടാണ്ടിരിക്കട്ടെ കുട്ടികളെ. ആ എത്തിയ അസ്മാ ഇപ്പൊ വന്ന കണ്ടില്ലേ ഈ ചോറെടുത്ത് കൊടുത്താളാ ആട്ടങ്ങി ഇരിക്കടാ അപ്പടാ വിട്ടാണ്ടി. എനിക്ക് രണ്ട് കയ്യുള്ളൂ. ആ രണ്ടും കൂടി എന്തായി കാട്ടുന്നത് പൊരട്ടി ആടുന്ന് ആട്ടി കിട്ടും എന്റെ പപ്പടം ആടെ പോയിരുന്ന് കഴിക്ക്. ചെല്ല് പറഞ്ഞ കേക്കില്ല. ഇവിടെ ഇരിക്കെ കഴിക്ക്. ഓ സീനത്തെ. ഹലോ ആ കുഞ്ഞിപ്പിയ. ഹലോ ഇക്ക ഞാനാ സീനത്താ. കുഞ്ഞിപ്പാന്റെ പെണ്ണുങ്ങളെ ഞങ്ങൾ എന്തെന്നാ വിളിക്കാ? പോടിയാടുന്ന് കുഞ്ഞിപ്പാന്റെ പെണ്ണുങ്ങള്. എന്റെ പുന്നാര അസ്മാ ഈ എന്തിനാ പൈതങ്ങടെ മേല് ചാടന്ന്? റഷീദ് വരുവൊന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ നമ്മുടെയൊക്കെ മുഖത്ത് എങ്ങനെയാ നോക്കാന്നുണ്ടാവൂലേ ഓന്? ഈ വെറുതെ ബേജാറാവേണ്ടി. ഇക്ക് ബേജാറൊന്നുമില്ല. ഒന്നൊന്നൊരു കൊല്ലായിട്ട് കുടുംബത്തിനെന്നല്ല ഏടെ ഒരു കല്യാണത്തിനോ വിരുന്നിനോ പോവാൻ വയ്യ. കാണുന്നവരെല്ലാം ചോദിക്കും എളിയച്ചന്റെ വീടിനുണ്ടോ ഇവിടെ, എന്താ ഇവിടെ കൊണ്ടുവന്ന് നിർത്താത്ത്, നിങ്ങൾ എതിരാന്നൊക്കെ. ഇന്നെ അവരിവിടെ അങ്ങോട്ട് സ്ഥിരതാമസാക്കിയാല് ഞാൻ എന്റെ ബന്ധുക്കളുടെയും സ്വന്തക്കാരുടെയും മുഖത്ത് എങ്ങനെ നോക്കും? ഇക്കാക്കൊരു എത്തിയുമായ പെൺകുട്ടീനെ നിക്കാഹ് ചെയ്തേന് ഇത്താത്തക്ക് എന്താ അത്ര ഇടങ്ങേറ്? അത് ഇക്കാക്കാന്റെ ഇഷ്ടല്ലേ? അനക്കത് മനസ്സിലാവൂല. റഷീദിന്റെ കല്യാണം കൂടാനും ഓന്റെ പെണ്ണുപെട്ടിലേക്ക് വിരുന്നിന് പോകാൻ എത്ര ആശിച്ചെന്നറിയോ? അപ്പൊ വിരുന്നുപോക്കലൊക്കെയാ കാര്യം. ഇക്കാക്ക ചെയ്തത് തെറ്റാന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാ ഈ അങ്ങ് കെട്ടിക്കോടി. തന്റെ എന്താളും തറപാടൊന്നുമില്ലാത്തന്നെ ഓളെ ന്യായം വെക്കണം കേട്ടില്ലേ? ഈ പറയണ എന്നെ ഓർത്തോൻ വല്യ മൊയ്രാച്ചെന്ന വിചാരം പർദ്ദന്റെ അകത്തൊന്നും ഇറങ്ങൂലത്രേ. ഞമ്മളൊക്കെ ഇനി വല്ല മക്കയ്ക്കോ മദീനത്തേക്കോ പോവേണ്ടി വരുവോ എന്റെ റബ്ബേ. അധികം വിളവെടുക്കാൻ ഓളെ ഞാൻ സമ്മതിക്കൂല. ഓള് റഷീദിനെ മയക്കും. ഞമ്മളെ ഇനി കിട്ടൂലെന്ന് ഓളെ ഞാൻ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിയപ്പ വന്നേ. റഷീദ് കുഞ്ഞിപ്പ വന്നേ. വരുന്നുണ്ട്. എത്രേ? 30 രൂപ. വാടോ.
എന്താടി നിനക്ക് സുഖല്ലേ? സുഖാണിക്ക. ഇതല്ലേ ഇതോളാ, ഞാൻ ഷാഹിദയാ. വാ. എന്നാലും എന്റെ റഷീദേ, അന്നെ സമ്മതിക്കണം. ഇന്നേം കണ്ണെത്താത്ത ദൂരത്തുള്ള നജീബ് ഖാനെ ഇജ്ജ് കണക്കാക്കണ്ട. പക്ഷെ ഉമ്മാനെയും ഉപ്പാനെയും ബല വെച്ചിരുന്നെങ്കി ഈ തോന്നിയാസം കാണിക്കുമായിരുന്നാ? ഞാൻ എന്ത് തോന്നിവാസം ചെയ്യുന്നതാണ് ഈ തത്ത പറയുന്നത്? ആടാ, ഈ ചെയ്തതൊക്കെ ശരിയാ. ഇങ്ങനൊരു ധർമ്മ കല്യാണം കഴിച്ചപ്പോ വേറൊരു വീട്ടിലേക്ക് പറഞ്ഞേക്കണ്ട ഈ പെണ്ണിനെ ഈ ഓർത്താ. അങ്ങനൊന്നും പറയരുത്. ഞാൻ പഠിച്ചത് എനിക്ക് ശരിയെന്ന് തോന്നുന്നതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നാളെ മാഷറയില് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തെളിഞ്ഞ ശിക്ഷിക്കപ്പെട്ടോട്ടെ. വാദിച്ച് ജയിക്കാൻ ഈ പണ്ടേ സാമർത്ഥ്യക്കാരൻ തന്നെയാണല്ല. ഇതൊന്നും പറയേണ്ട ആവശ്യം ഇക്കില്ല. നിന്റെ കാതറളേപ്പാന്റെ മോളെ അനക്ക് വേണ്ടി ആലോചിച്ചപ്പോ ആ കഥകളൊന്നും ഇപ്പൊ പറയണ്ട. ഭർത്താനും കേൾക്കാൻ മാത്രമല്ല പറയാനും കൂടി ഉള്ളതല്ലേ. ഉപ്പാനും ഉമ്മാനും പറ്റിയില്ല, അത്ര തന്നെ. എന്താടി ഇത്ര കാണാനുള്ളത്? വെറുതെ വായി നോക്കി നിക്കുക. അടക്കിങ്ങോട്ട് ധർമ്മ കല്യാണം കഴിച്ചിട്ട് വന്നിരിക്കണം. എന്നിട്ട് ഓരോരോ ന്യായങ്ങളും. ഇത്താത്ത വന്നേ. ഉമ്മ, ഓ, ഇളയ നാത്തോനല്ലേ, ഉണ്ടാക്കി സൽക്കരിച്ചോ. ബാക്കിയുള്ളവനെ സഹായിക്കുമ്പോഴേ ഉള്ളൂ വളയൂരിലും കാര്യങ്ങളും ഒക്കെ. എന്താണ് താത്തങ്ങൾ അതും ഇതും പറയുന്നത്? ഞമ്മക്ക് മൊയ്ലിയരുടെ ഭാഷ വർത്താനം പറയാൻ അറിയില്ല. പഠിപ്പുമില്ല, പത്രാസും ഇല്ല. ഈ അങ്ങോട്ട് പൊരുത്തപ്പെട്ടാള സീനത്തെ ഒരതും ഇല്ലാണ്ട് കേറി വന്ന കണ്ടില്ലേ? ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഉമ്മാന്റെ ഉപ്പാന്റെ മുഖത്ത് നോക്കാൻ വരെ എനിക്ക് പേടിയായിരുന്നു. മോളെ, ആ ചെല്ല്. എന്റെ പൊന്നാര സീനത്തെ നേരത്തിനും കാലത്തിനൊക്കെ ചെന്നാലേ ഇറച്ചിയോ മീനോ മറ്റോ കിട്ടുള്ളൂ. അപ്പൊ കിട്ടിയില്ലേ? കോഴി കിട്ടി, ആട് കിട്ടിയില്ല. മീന് ആകെ മത്തി മാത്രമേ ഉള്ളൂ. എങ്ങനെയാ ഈ ചെറിയ മീനൊക്കെ കൂട്ടാൻ വെക്കുക? അതൊക്കെ മതി എന്റെ ആയുഷുമായേ. തരത്തിനുള്ളത് കൊടുത്താ മതി, എന്നാ തലേ കയറൂല. അല്ല, പുതിയെണ്ണ എവിടെ? ഞാനൊന്ന് കാണട്ടെ. ഓ, ഇനിയിപ്പൊ എല്ലാവർക്കും പുതിയ എണ്ണിനെ മതി. അതെന്താ എന്റെ അസുമ ഈ അങ്ങനെ പറയണത്? ഈ കുടിയിൽ ആദ്യം കേറി വന്ന പെണ്ണ് ഈ അല്ലേ? ഈ ആയുസുമാക്ക് അന്നെ കഴിഞ്ഞ വേറൊരാളുള്ളൂ, അത് ഈ മറക്കണ്ട. അല്ല, എന്താ പാട്? പൊന്നും പണ്ടൊക്കെ ഉണ്ടോ? എന്ത് പണ്ടം? ഇങ്ങക്ക് എന്തായി പോയെന്റെ ആയുഷുമായേ? പാർത്തിയ ഹിജാബൊക്കെ വലിച്ചു കയറ്റിട്ടല്ലേ വരവ്. പൊന്നൊന്നുമില്ലെങ്കിൽ ആരറിയാനാ? അല്ല, ഇക്കാലത്ത് ഇങ്ങനെയുണ്ടോ ആൺകുട്ടികള്? അല്ല, ഓന്റെ പഠിപ്പും പത്രാസും വെച്ച് നോക്കുമ്പോ എത്ര മുതലും പണ്ടും കിട്ടുന്ന പന്റെ വിചാരം. ആ അന്തരിക്കാന്റെ തലക്ക് സുഖമില്ലാത്ത ചെക്കനില്ലേ, ഓന് കിട്ടിയില്ലേ 100 പവനും 3 ലക്ഷം ഉറുപ്പി. ആ, അതിനൊക്കെ യോഗം എന്ന് പറഞ്ഞതും വേണം. കല്യാണം കഴിഞ്ഞ ഈ മധുരത്തില് പണ്ടോ മുതലോ ഒന്നും വേണ്ട, അന്റെ മൊഞ്ചു മതിന്നാവും. കുട്ടികളും കുടുംബാവുമ്പോ മേൽപ്പെട്ട് നോക്കും. ഞമ്മളാ ചിലര് കിടന്ന് തൊണ്ടയിട്ട് കയറിയത് എന്തിനാന്ന് അപ്പം മനസ്സിലാവും. അങ്ങനെ പറയേ. മൊഞ്ചത്തന്നെയാണ് കേട്ടോ. എന്റെ റഷീദിന് പറ്റിയ പെണ്ണ എന്നെ. എന്താ മോളെ എന്റെ പേര്? തസ്നി. ഐഷുമയല്ലേ ഇക്ക പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയേ. ഓനെന്നെ അങ്ങനെ മറക്കാൻ പറ്റുമോ? ദാ ഈ കയ്യമ്മ കിടന്നല്ലേ ഓൻ വളർന്നത്. കായിലും പണ്ടത്തിലും നല്ല മോളെ കാര്യം. ഓനെ നല്ല നിസീബുള്ളോനാ. അല്ലെങ്കിൽ അന്നെ പോലെ തന്നെ മൊഞ്ചത്തി പെണ്ണിനെ കിട്ടുവോ? ഉപ്പ, ഞാനും തസ്നയും കൂടെ ഉച്ചയ്ക്ക് വന്നിരുന്നു. വന്നപ്പോ ഉപ്പ പുറത്തു പോയിരിക്കായിരുന്നു. ഉപ്പാക്ക് അസുഖമൊന്നുമില്ലല്ലോ അല്ലേ? ഉപ്പ
എന്താണ്ടാ തിരിഞ്ഞു കളിക്കണേ? ഇന്നലത്തെ പോലെ സ്കൂൾ മുടക്കാൻ എന്റെ പരിപാടി? നല്ല ചുട്ടാടി എന്റെ ഇത് വാങ്ങിക്കൂട്ടാ. എന്റെ ഷൂ കാണുന്നില്ല. കാണൂല, ആടെ എവിടെയെങ്കിലും കൊണ്ട് ഇട്ടിട്ടുണ്ടാവും. എന്തൊരു കഷ്ടം. നീ എന്റെ ഷൂ കണ്ടോ? എന്നോട് ചോദിക്കണ്ടേ, ഞാൻ എന്റെ ഷൂ നോക്കണ ആളല്ല. എന്തിനാ ഇത്ര ടെൻഷൻ? നമുക്ക് നോക്കാലോ, വായോ. എവിടെ ഇട്ടേന്ന് വല്ല ഓർമ്മയുണ്ടോ? ഇവിടെയും കാണുന്നില്ലല്ലോ. ഇതാ ഈ ഷൂ അല്ലേ? പോയിക്കോ. ഞാൻ ആരോട് ചോദിച്ചിട്ട് ഈ എന്റെ മുറി കയറിയത്? മോന്റെ ഷൂ ഒക്കെ അവൻ നോക്കിയെടുത്തോളൂ. ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. മേലാൽ ഇതിനകത്ത് കേറിയുണ്ടല്ലോ. ഇറങ്ങു വേഗം. എന്തെങ്കിലും കയ്യിലാക്കിയിട്ടുണ്ടാവും. ഈ സൗകര്യങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുകയല്ലേ? അതാ ഞാൻ പറയണത്, സാഹചര്യങ്ങളല്ലേ ഓരോരുത്തരെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിക്കണത്. വെണ്ണീരിലാണ് തസ്നി നീ ഊതി നോക്കണത്. ഉമ്മാനെയും ഉപ്പാനെയും ഇത്താനെയൊക്കെ ഞാൻ ഇന്നലെ കണ്ടു തുടങ്ങിയല്ലോ. അവരെയൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അങ്ങനെ അല്ലേക്ക, ഒക്കെ ശരിയായിക്കോളും. നല്ല കാര്യങ്ങളല്ലേ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കേണ്ടത്. സീനത്ത് എന്താ വായിക്കുന്നേ? ഓ, നേരം പോണ്ടേത്താ. എത്ര നേരം വെറുതെ ഇരിക്കുക. അപ്പൊ +2 പഠിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇക്കാക്ക അയച്ചു തന്ന ആപ്ലിക്കേഷനൊക്കെ എനിക്ക് കിട്ടി. അപ്പൊ ഇവരൊക്കെ പറഞ്ഞു പഠിച്ചത് മതിയെന്ന്. അന്ന് എന്നെ വിളിക്കാൻ അപ്പുറത്തെ സെൽമ വന്നതാ. പക്ഷെ ഉമ്മ അവരെ ചീത്ത പറഞ്ഞയച്ചു. നിനക്ക് പഠിക്കാൻ താല്പര്യമുണ്ടോ? താല്പര്യം ഉണ്ടായിട്ടെന്താ? പഠിക്കണം. ഞാൻ ഇക്കയോട് പറയാം. ഈ വർഷം ഇപ്പൊ പകുതിയായില്ലേ, കമ്പ്യൂട്ടറിനോ മറ്റോ പോവാലോ. ഇത്താത്തക്ക് അത് പറയാം, ഉമ്മച്ചി സമ്മതിക്കൂല. ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചാലോ? എന്തൊക്കെ പരിപാടികൾ ഞാൻ ഉമ്മച്ചിയുടെ അടുത്ത് അവതരിപ്പിച്ചതാ. ഒക്കെ മേലേക്ക് എറിഞ്ഞ കല്ലുപോലെ താഴേക്ക് തിരിച്ചു വരികയും ചെയ്യും. നോക്കിക്കോ, ഇത് ഞാൻ സമ്മതിപ്പിച്ചു തരാം. അങ്ങനെ ഓള് നയിച്ചിട്ട് പെരകഴിയേണ്ട ഗതികേടൊന്നും ഇവിടെ വന്നിട്ടില്ല. പഠിക്കാൻ പോവാത്രേ. അനക്ക് എന്താടി ഇവിടെ ഒരു കുറവ്? പെൺകുട്ടികളായാലേ കെട്ടിച്ചു വിടണവരെ പെരയിലിരിക്കുക ചെയ്യാ, നാടോടാൻ പോവല്ല. അങ്ങനല്ല ഉമ്മ, ഓൾക്ക് പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. അത് തന്നെ ഞാൻ ചോദിക്കണത്. ചോറ് കൂട്ടാനും വെക്കാനും തുണിയിലും പാനും പെര നോക്കാനൊക്കെ എന്തിനാ എത്ര പഠിപ്പ്? അതൊക്കെ നമ്മൾ ഉണ്ടാക്കി തീർത്ത ശീലങ്ങളല്ലേ ഉമ്മ. റസൂല് പറഞ്ഞത് ഉമ്മ കേട്ടിട്ടില്ലേ? ആണായാലും പെണ്ണായാലും അറിവ് നേടൽ എല്ലാവർക്കും നിർബന്ധ. എന്നോട് വയത് പറയാ? അല്ലമ്മ, അല്ലാഹും റസൂലും പഠിപ്പിച്ച അനുസരിച്ച് ജീവിക്കണമെങ്കിൽ അതിനുള്ള പഠിപ്പെങ്കിലും വേണ്ടേ? ഓ, ഈ വലിയ മതബോധമുള്ളൂ, ബാക്കിയുള്ളൊരു വെറും പൊട്ടത്തിയുള്ളൂ അല്ലേ? ഉമ്മ ഞാൻ മിണ്ടന്നോട് വക്കാലത്തോട്ട് വന്നിരിക്കോളൂ. കാര്യങ്ങളേറെ വഷളാവൂന്നാ ഇപ്പോഴെന്റെ പേടി. എന്താ നീ പറയണത്? നീയും തസ്നിയും ഇപ്പൊ ചെന്ന് കയറിയിട്ടല്ലേ ഉള്ളൂ. എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞു വരാൻ സമയമെടുക്കും. എന്നാലും ഇത് നല്ലൊരു അറ്റംപ്റ്റ് ആണ്. അവർക്കിനി എന്ത് കാര്യത്തിനും തസ്നിയെ കൂടി പരിഗണിക്കേണ്ടി വരും. നിനക്കറിയാവല്ലോ രാമേന്ദ്ര, എന്റെ വീട്ടിലെ സ്ഥിതി. അത്രമാത്രം വഴക്കവള് കേൾക്കണുണ്ട്. ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാ പിന്നെ അത് കൂട്ടത്തലിലാ തീരുക. നുസ്രത്തായും ജമാലിക്കായും കൂടി ഇത്തിരി പോന്ന ആ കുഞ്ഞിന്റെ കൈയും പിടിച്ച് വീട് വിട്ടിറങ്ങുമ്പോ ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാ, മാറുന്നെങ്കിൽ എന്റെ വീടും വീട്ടുകാരും അന്നേ മാറേണ്ടതായിരുന്നു. അതൊക്കെ ശരിയാവുള്ളൂ. നീ പറഞ്ഞതുപോലെ ഇപ്പൊ ആകെ പ്രശ്നം നീ ചെയ്തൊരു നല്ല കാര്യ, ഒരുപാട് പുണ്യമുള്ള കാര്യം. അല്ല, അങ്ങനെയല്ല, നിന്റെ കടമയാ നീ ചെയ്യുന്നത്. എല്ലാവർക്കും അതൊക്കെ മനസ്സിലാക്കാൻ സമയമെടുക്കും, അത്രേ ഉള്ളൂ. വാ.
Most creatures fear the dark. Blood-curdling shrieks are heard each night. And although healthy animals aren't at risk, there's no love lost between the carnivore and its fear. നിങ്ങളെന്താ ഇത്രയും നേരം വൈകിയേ? പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയോ? സൈനബത്തെ സമ്മതിക്കണ്ടേ? പിന്നെ ഹൈദരാപ്പിയും വിട്ടില്ല അല്ലേ ഉമ്മ? സീനത്തെ ഈ കുറച്ച് പച്ചവെള്ളം എടുത്തേ. സൈനബത്താത്ത കുറച്ച് ബിരിയാണി തന്നയച്ചിട്ടുണ്ട്. ഞങ്ങൾ ഉച്ചക്ക് തിന്നിക്കണേ. ഏടുന്ന്? കുഞ്ഞുമുണ്ടാക്കി തന്ന്. ആഹാ, പഠിക്കണ നേരത്തെ TV കാണുകയല്ലേ? നാളെ സ്കൂളില്ലല്ലോ. സ്കൂളിലെങ്ങനെ എന്താ പഠിച്ചൂടെ? പഠിക്കേ പോ. ഒരു TV കാണല്. ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു പോലും. എന്താ ഒരു പുതിയ പഠിപ്പ്? ഉറങ്ങണില്ലേ ആരും? വലിയ ഒരു കഥ പറഞ്ഞോ? ഞാനാ? നല്ല കഥയായി. പുതിയ ശീലങ്ങളൊന്നും വേണ്ട. അതൊന്നും പറഞ്ഞ കാര്യമില്ല, ഞങ്ങൾക്ക് കഥ കേട്ടേ പറ്റൂ. എനിക്ക് കഥ ഒന്നും അറിഞ്ഞൂടെ കുട്ടികളെ? അത് വലിയമ്മ വെറുതെ പറയല്ലേ. കുഞ്ഞമ്മ പറഞ്ഞല്ല വലിയമ്മമാർക്ക് കൊറേ കഥ അറിയാന്ന്. അത് ശരി. അപ്പൊ അത് അവിടെ നിന്ന് വിട്ടതല്ലേ? എണീക്ക്. അസ്മാ, ഈ കുട്ടികളങ്ങ് വിളിച്ചോ. വലിയമ്മ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞങ്ങൾ ഇവിടുന്ന് കഥ കേൾക്കാതെ പോകൂല. വെറുതെ അടിമേടിക്കണ്ട. ഒരു കഥ പൊടി അവിടുന്ന്. ആചാരം അവിടെ നിക്കി. എന്താണ് ഇത്ര തിരക്ക്? അല്ല, വയതിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കണ്ടേ? പിരിവ് ഈ ആഴ്ച തന്നെ തുടങ്ങണം. കാര്യങ്ങൾ ആചാർക്ക് മനസ്സിലായിണ്ടാവില്ല. പരലോക ജീവിതമാണ് വിഷയമെന്ന് തെളിച്ചങ്ങ് പറയായിരുന്നു. മനസ്സിലാകാതെ ഒന്നുമല്ല. ആചാര ആരാ ആള്? പൈസ ചെലവാകണ സ്ഥലത്തൊന്നും മൂപ്പരുണ്ടാവൂല. ഇഹലോക ജീവിതം തന്നെ ശരിക്കും അറിയാത്തോന് എന്ത് പരലോക ജീവിതല്ലേ? ഇനിയിപ്പൊ റഷീദിന്റെ പാടെന്താന്ന് അള്ളാഹ്ക്കറിയാം. നയാ പൈസ ചെലവാക്കാതെ നാട്ടുകാർക്ക് ഒരു തുള്ളി വെള്ളം കൂടി കൊടുക്കാതെയാണ് ഓൻ നിക്കാഴ്ചിരിക്കണത്. അതും എത്തിങ്ങാനിന്ന്. ആ ഓനോട് നിങ്ങള് വയലിന്റെ കാര്യം പറഞ്ഞിട്ട് എന്താണ് കാര്യം? റഷീദ് ചെയ്തത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യ. നിക്കാഹ് എന്ന് പറഞ്ഞ പണ്ടവും പണവും ബിരിയാണിന്ന് കേട്ട് ശീലിച്ച നമുക്ക് അതൊക്കെ പിശുക്കായിട്ടേ തോന്നും. അത് നമ്മളെ കുഴപ്പാ. അതിനിപ്പോ ഞങ്ങൾ ഇല്ലാത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഉള്ളതായാലും ഇല്ലാത്തതായാലും ഇത് പരദൂഷണം തന്നെയാ. റഷീദിന് എനിക്കറിയാം. ഓൻ സ്വത്തും മുതലും സൗന്ദര്യമൊന്നുമല്ല നോക്കിയത്, ദീനും സ്വഭാവ. അതന്നെയല്ല കൂട്ടരെ ആഹൃത്തിലുണ്ടാവുക. ഇത് മുഴുവൻ കുടിക്കണോട്ടാ ഉപ്പ. ഉപ്പ ഇത് കുടിച്ചോളി. വെയില് കൊണ്ട് വന്നതല്ലേ. ഉപ്പച്ചി പുകയില് വായിലേക്കിട്ടപ്പോ ഓളുടെ നിപ്പൊന്ന് കാണണം. മുഖത്തൊരിറ്റ് ചോരയില്ലാതെ. ഈ കേക്കിനുണ്ടാ? എന്താണിത്താ? എനിക്കൊന്നും കേൾക്കാം. ഓ, ഈ ഓളുടെ ഭാഗത്താണല്ലോ. എനിക്കെന്തായാലും ഉപ്പച്ചി ചെയ്ത് വലിയ ഇഷ്ടായി. ഈ വീടും ഉപ്പച്ചിനെയും ഉമ്മച്ചിനെയും ഒക്കെ പാട് കൊട്ടി തൊള്ളക്കിടാന്നായിരുന്നില്ലേ ഓളുടെ വിചാരം. ഇത്താത്തയ്ക്ക് കുഞ്ഞിത്താനോട് എന്താ അത്ര വിരോധം? എനിക്കെന്ത് വിരോധം? ഓക്കെ, ഇപ്പൊ ഇവിടുത്തെ വലിയ ആളാവണം, അത്ര തന്നെ. അതുണ്ടോ ഇവിടെ നടക്കണ്? മുറി പൂട്ടിരുന്ന് കരയാണെന്നാ തോന്നണത്. പിന്നെ പുറത്തേക്ക് കണ്ടിട്ടില്ല. എന്താ വിചാരം? എന്റെ എല്ലാ കൊമ്മലും ഞങ്ങൾ നിന്നരുന്നാ ഈ വേണ്ട തന്നെ വെക്കണ്ട. ആദ്യ കാര്യം നോക്കിയത് ഇപ്പളാ കേട്ടില്ലേ? ബാ, എന്താ പുതിയ സംഭവം നമുക്ക് നോക്കിട്ട് വരാനില്ല. ചീത്ത കേട്ട് ഓളുടെ പൂതി അങ്ങോട്ട് തീരട്ടെ. എന്തായാലും ഓളുടെ കാര്യത്തിൽ കൂട്ടി നിൽക്കും. വേണ്ട വന്നിരിക്കണോള്. ഞാൻ എമ്മണി കാലായി ഞാളിവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. പുതിയ പഠിപ്പായിട്ട് വന്നിരിക്കണോള്, വീടും കൂടി ഇല്ലാത്തോള്. ഇറങ്ങി പോണ്ടായി. നിനക്കത് തന്നെ വേണം. എന്താ ഇത്താത്ത അത്? ഉമ്മച്ചിയുടെ സ്വഭാവം ഇതുവരെയായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വെറുതെ എന്തിനാ ചീത്ത കേൾക്കണത്? എനിക്കറിയാം കുഞ്ഞിത്താക്ക് നല്ലോണം സങ്കടമായിട്ടുണ്ടാവും. ഉമ്മച്ചിക്ക് ദേഷ്യം വന്നാ പിന്നെ എന്താ പറയാന്നില്ല. അത് പേടിച്ച ഞാൻ ഒന്നും അങ്ങോട്ട് പറയാൻ പോവാത്തത്. സാരല്ല. ഏയ്, സീനത്തിന് തോന്നിയതാ. ഉമ്മ വഴക്ക് പറഞ്ഞതില് എനിക്ക് സങ്കടമില്ല.
ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞതാ. ഇതൊക്കെ പുതിയ അനുഭവങ്ങളല്ലേ. വീട്, കുട്ടികള്, ഉപ്പ, ഉമ്മ. സ്വന്തമായിട്ട് ഇപ്പൊ എത്ര ആൾക്കാരാ എനിക്കുള്ളത്. വഴക്ക് പറയാനെങ്കിലും ഇപ്പൊ ഒരു ഉമ്മയില്ലേ. ഇത്താത്ത എന്താ ആവത്താണ് എന്റെ റബ്ബേ. എന്റെ കുട്ടി എന്താ അസ്മ, മോനെന്താ പറ്റിയത്? ഒന്ന് വേഗം കൊണ്ടുപോ എന്റെ സിനത്തെ. എന്തു പറ്റിയതാ? ഇനി എന്തു പറ്റാൻ? എല്ലാ പരീക്ഷണങ്ങളും എന്റെ മക്കളുടെ ദേഹത്തല്ലേ. ഇത്താത്ത എന്താ കുത്തി കലക്കി കൊടുത്തെന്ന് പടച്ചോന് മാത്രം അറിയാം. കൊണ്ടുവച്ചിരിക്കുന്നൊരു പോല ഓടിച്ചു കൊടുക്കാൻ ഞാൻ. മക്കളുള്ള വീടല്ലേ, നല്ല വിചാരമുണ്ട് ഒപ്പിക്ക്. എന്റെ മക്കളെ കൊലയ്ക്ക് കൊടുക്കാൻ തന്നെ തീരുമാനം. എന്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയ കാണായിരുന്നു കളി. സോന ഞാൻ വെക്കില്ല. ഒരു പോകല തീറ്റ. അസ്മത്തേക്ക് ആ സമയത്ത് തോന്നിയ ബേജാറുകൊണ്ട് പറഞ്ഞതാണ്, അല്ലാതെ മനസ്സിലൊന്നും വെച്ചിട്ടല്ല. സീനത്തിന് ഓന്റെ കയ്യിൽ നിന്ന് പുകല കിട്ടുന്നവരെ എന്താ ഉണ്ടായെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഇത്താത്ത പറഞ്ഞതൊക്കെ എനിക്ക് എല്ലാം മനസ്സിലാവും. മക്കളുടെ മുഖം ഒന്ന് വാടുന്നത് പോലും ആർക്കും സഹിക്കാനാവൂല. അത്രയ്ക്ക് കരുതലുണ്ടാവും ഓരോരുത്തർക്കും മക്കളുടെ നേർക്ക്. ഉമ്മയും മാപ്പയും ആരെന്നെയായാലും അസ്മ പറഞ്ഞേല് ഞാൻ ഓളെ കുറ്റം പറയൂല. ഓളുടെ ഈ കരുതലും കാത്തുവെപ്പും ഓളുടെ കുട്ടികൾക്കെങ്കിലും മനസ്സിലാവട്ടെ എന്നൊറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ. ഗഫൂറിന്റെ മോള് ഷമനാന്റെ കല്യാണം പിള്ളെല്ലാം ജോറായി നടക്കുന്നുണ്ട്. മൗലാഞ്ചി കല്യാണത്തിന്റെ അന്ന് പാട്ട് കച്ചേരി, ഒപ്പനയും ഒക്കെ ഉണ്ട് പോലെ. അതൊക്കെയാണ് കല്യാണം. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്കാർക്കും എന്ത് ശീലത്തിന്റെ കാര്യത്തിൽ ഒരു ചൂടും ചൊണയില്ലാത്ത? നിങ്ങളൊന്നും മൂളേ വേണ്ടു. നല്ല മണി പോലത്തെ ആലോചന ഞാൻ കൊണ്ടുവരും. അതൊക്കെ നിങ്ങളോട് പ്രത്യേകം പറയണം എന്റെ ഇത്ത. പൊന്നിനും പണത്തിനും ഒന്നിനും ഒരു കുറവും ഉണ്ടാവൂല. ജോറായിട്ട് നമുക്ക് നടത്തണം. അതുമല്ല, നജീബ് വരാരായിക്കണ്. റഷീദിന്റെ കല്യാണത്തിന് കൂടാൻ ഓന് നല്ല പൂതി ഉണ്ടായിരുന്നു. അതിപ്പോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയില്ലേ. ആ പറഞ്ഞ പോലെ ഇളയമാരോൾ എന്താ പാട്? കുറ്റം പറയരുതല്ലോ. സ്നേഹമുള്ള കൂട്ടത്തിലൊക്കെ തന്നെയാണ്. വൃത്തിയും വെടിപ്പും ഉണ്ടായിരുന്നു. എന്നാലും എന്റെ കാര്യങ്ങളൊന്നും ഞാൻ കൂട്ടിത്തൊടിക്കാറില്ല. അല്ല, ഓളവിടെ പോയി തസ്നി? ഓളവിടെ വേറെ പണിയില്ല. ഇങ്ങോട്ട് തന്നേക്ക്. ആ പൈസരാത്ത മീന, ഓളോട് ഇത് നല്ലോണം പോലെ ഇത്ര എരിവും പൊള്ളിട്ട് പറ്റിക്കാൻ പറയും. അല്ല, ഇപ്പൊ എങ്ങനെയൊക്കെ ആയോ അമ്മസനും വരുള്ളൂ. ഓളെ മന്ത്രവാദക്കാരിയാ. ഉപ്പാനെ മയക്കി കൂടെ നിർത്തിയിരിക്കുക. ആയിഷമ്മയ്ക്ക് അറിഞ്ഞൂടെ ഞാൻ ഇവിടുത്തെ മൂത്ത മരുവോളാ. ഇക്കാലത്തിനിടയ്ക്ക് ഉപ്പച്ചി എന്നോട് ഇങ്ങനെ വർത്താനം പറയണത് നിങ്ങൾ കേട്ടിട്ടുണ്ടാ? നാളെ മറ്റന്നാളെ സ്കൂൾ തുറന്ന ഓളങ്ങ് പോവും. പിന്നെ ഇവിടെ ഞങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. അതൊക്കെ എല്ലാരും ഓർത്തിരുന്ന കൊള്ളാം. കൊണ്ടുപോടി. എന്തേ ഒന്നും ഉണ്ടാത്തേ? ഞാൻ എന്ത് പറയാനാ? ഇന്നേവരെ ഞാൻ ഓളുടെ മുഖത്ത് നോക്കി ചിരിച്ചിട്ടില്ല. എന്നിട്ടും ഓൾ ഇങ്ങോട്ട് വർത്താനം പറച്ചിലോട്ട് നിർത്തിയിട്ടുമില്ല. വന്നിപ്പോ നമ്മൾ ഓളുടെ മുമ്പിൽ ചെറുതാവല്ലേ എന്നൊരു തോന്നല്. എല്ലാവർക്കും ഉയർന്നു നിൽക്കാൻ തന്നെയാ പൂതി. പടച്ചോന്റെ അടുത്ത് പടപ്പീങ്ങൾ തമ്മിൽ വലിപ്പച്ചെറുപ്പില്ലടോ.
ഈ വീട്ടിന് വന്ന മാറ്റങ്ങൾ ഈ കാണില്ലേ? എത്ര കാലാന്ന് വെച്ചാ അതിന്റെ ഒക്കെ നേരെ കണ്ണടച്ചിരിക്കുക. يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا.